അപ്പൊ നമ്മൾ ഇനി നോക്കുന്നത് ഇൻപുട്ട് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിനകത്ത് ഇൻപുട്ട് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമുക്ക് ഇൻപുട്ട് കൊടുക്കാം എന്ന് നമുക്ക് എത്ര ടൈപ്പ് ഇൻപുട്ട് എങ്ങനെയൊക്കെ കൊടുക്കാം എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻപുട്ട് കൊടുക്കാം. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോപ്പപ്പ് ഡയലോഗാണ് ആസ്കിങ് യൂസർ ഇൻപുട്ട്. അതായത് യൂസറിന്റെ ഇൻപുട്ടിനെ ആസ്ക് ചെയ്യുന്ന ഒരു പോപ്പപ്പ് ഡയലോഗാണ് എന്ത് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. അത് എപ്പോഴും ഒരു സ്ട്രിങ്ങിനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. എപ്പോഴും ഒരു സ്ട്രിങ്ങിനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഒരു പ്രോംപ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാണ്. ലെറ്റ് നെയിം ഈസ്ക്വൽ ടു പ്രോംപ്റ്റ് എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കൺസോൾ ഡോട്ട് ലോഗ് യൂസർ എൻ്റേർഡ് നെയിം. അപ്പൊ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഇത് നമ്മൾ ഈ കോഡ് എഴുതുമ്പോഴത്തേക്ക് ഇതെങ്ങനെ റൺ ചെയ്യുമ്പോഴത്തേക്കും ബ്രൗസർ ഒരു പോപ്പപ്പ് കാണിക്കും, ഷോസ് പോപ്പപ്പ്. അതിനകത്ത് നമ്മളോട് ആ പോപ്പപ്പിനകത്ത് ഒരു എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നു. അപ്പൊ നമ്മൾ എൻ്റർ യുവർ നെയിം, അപ്പൊ അതിനകത്ത് നമ്മൾ എന്താണ് നെയിം എഴുതണം. അപ്പൊ യൂസർ ടൈപ്സ് ഒരു പേര് എഴുതി കൊടുക്കും, എന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ നിൽക്കും. ദ സ്ട്രിങ് വൃന്ദ ഈ സ്റ്റോർഡ് ഇൻ വേരിയബിൾ നെയിം. എന്നിട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അത് എന്ന് പറയുന്നത് നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗ് പ്രിന്റ്സ് യൂസർ എൻ്റേർഡ് നെയിം ഏതാണോ വാല്യൂ കൊടുത്തേക്കുന്നത് അത് പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇൻപുട്ടിനെ പോപ്പപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് യൂസർ ഇൻപുട്ട് എടുക്കണേന്ന് പറഞ്ഞ് എടുക്കുന്നതാണ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞ്. ഇനി വേറെ ഒരെണ്ണമാണ് ഇൻപുട്ട് ഫീൽഡ് ഡോട്ട് വാല്യൂ. ഇതിനകത്ത് എങ്ങനെയാണ് വാല്യൂ പ്രോപ്പർട്ടി സ്റ്റോർസ് ദ ടെസ്റ്റ് ഇൻസൈഡ് ഇൻപുട്ട്. ഇൻപുട്ടിനകത്തുള്ള ടെസ്റ്റ് ഇൻസൈഡ് ഇൻപുട്ടിനകത്തുള്ള ടെസ്റ്റിനെ സ്റ്റോർ ചെയ്യുന്നു. എന്ത് ഡോട്ട് വാല്യൂ പ്രോപ്പർട്ടി. ഡോട്ട് വാല്യൂ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ടിനകത്തുള്ള ടെസ്റ്റിനെ സ്റ്റോർസ് ദ ടെസ്റ്റ് ഇൻസൈഡ് ഇൻപുട്ടിനകത്തുള്ള സ്റ്റോർ ചെയ്തേക്കുന്ന ടെസ്റ്റ് സ്റ്റോർ ചെയ്യുന്നു. അതാണ് ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത. ഇപ്പൊ എക്സാമ്പിൾ കോഡ് നമുക്ക് നോക്കുവാണെങ്കിൽ ഇൻപുട്ട് ടൈപ്പ് ഈസ്ക്വൽ ടു ടെസ്റ്റ്, ID ഈസ്ക്വൽ ടു യൂസർ നെയിം, വാല്യൂ ജോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻപുട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇതിനകത്ത് വാല്യൂ ജോൺ ആണ്. ഇതെല്ലാം ആട്രിബ്യൂട്ട്സ് ആണ്. ടൈപ്പ് ടെസ്റ്റ് ആണ്, ID യൂസർ നെയിം, വാല്യൂ ജോൺ. ഇനി എന്നാന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ടാഗ്, ജാവ സ്ക്രിപ്റ്റ് കോഡ് ആണ് ഇത്. സ്ക്രിപ്റ്റ് ടാഗിന്റെ ഉള്ളിൽ എന്താണ് എഴുതിയേക്കുന്നത്, യൂസർ എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് നമ്മൾ എന്താണ് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID യൂസർ നെയിം ഡോട്ട് വാല്യൂ. യൂസർ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള യൂസർ നെയിം ഡോട്ട് വാല്യൂ കൺസോൾ ഡോട്ട് ലോഗ് ഇൻപുട്ട് വാല്യൂ യൂസർ. ഇതാണ് ജാവാസ്ക്രിപ്റ്റ്. ഇതിനകത്ത് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ബോക്സ് ഹാസ് ഡിഫോൾട്ട് വാല്യൂ. ഇതിനകത്ത് ഇൻപുട്ട് ബോക്സിനകത്ത് ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ ഉണ്ട്. എന്താണ് ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ? ജോൺ എന്നാണ്. അപ്പോൾ ഈ ഡോക്യുമെന്റ്, ഈ സ്ക്രിപ്റ്റ് ടാഗിന്റെ ഉള്ളിൽ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID യൂസർ നെയിം എന്ന് പറയുന്നത് ഫൈൻസ് ദ ഇൻപുട്ട് എലമെന്റ്. ഈ ഇൻപുട്ട് യൂസർ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയിലുള്ള എലമെന്റിനെ കണ്ടുപിടിക്കുന്നു. അപ്പൊ ഇതാണ് യൂസർ നെയിം എന്ന് പറഞ്ഞ ഐഡിയിലുള്ള ഇൻപുട്ട് എലമെന്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഡോട്ട് വാല്യൂ റീഡ്സ് ഇറ്റ്സ് ടെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഡോട്ട് വാല്യൂ എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്താണ്? അതിന്റെ ടെസ്റ്റിനെ റീഡ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ വാല്യൂവിനെ റീഡ് ചെയ്യുന്നു. അപ്പൊ വാല്യൂ എന്താണ്? ജോൺ എന്നാണ്. അതിനെ റീഡ് ചെയ്തിട്ട് എന്താണ് യൂസർ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. റീഡ്സ് ഇറ്റ്സ് ടെസ്റ്റ് ജോൺ. അത് കഴിഞ്ഞിട്ട് യൂസർ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് കൺസോൾ ഡോട്ട് ലോഗ് ഇൻപുട്ട് വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് എഴുതിയിട്ട് യൂസറിനകത്ത് എന്താണ് സ്റ്റോർ ചെയ്യുക അതും കൂടി പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ ഇൻപുട്ട് വാല്യൂ ജോൺ എന്ന് പറഞ്ഞിട്ട് കൺസോളിൽ പ്രിന്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഇൻപുട്ട് ഫീൽഡ് ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻപുട്ടിനെ എടുക്കാം, ഇൻപുട്ടിനെ വാല്യൂവിനെ റീഡ് ചെയ്യാം. ഇനി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ബോക്സ് ഡോട്ട് ചെക്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺസ് ട്രൂ ഇഫ് ചെക്ക്ഡ്, ഫാൾസ് ഇഫ് നോട്ട്. അതായത് ഇപ്പൊ നമ്മൾ ഒരു ചെക്ക് ബോക്സ് കൊടുക്കുവാണ്, അതിനകത്ത് ചെക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ അത് ട്രൂ എന്ന് പറഞ്ഞു തരും. ചെക്ക്ഡ് അല്ലെങ്കിൽ ഫാൾസ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. കോഡ് പ്ലസ് വർക്കിംഗ്. ഇൻപുട്ട് ടൈപ്പ് ഈസ്ക്വൽ ടു ചെക്ക് ബോക്സ്, ID ഈസ്ക്വൽ ടു എഗ്രി ചെക്ക്ഡ്. അപ്പൊ ടൈപ്പ് ചെക്ക് ബോക്സ് ആണ്, ID എഗ്രി.
ID agree എന്നാണ് ചെക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. സ്ക്രിപ്റ്റ് ടാഗിന്റെ ഉള്ളിൽ ലെറ്റ് ഈസ് ചെക്ക്ഡ് ഈസ്ക്വൽ ടു ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID agree ഡോട്ട് ചെക്ക്ഡ്. അപ്പൊ നമ്മൾ എന്താണ് ചെക്ക് ബോക്സ് സ്റ്റാർട്ട്സ്. അപ്പൊ കൺസോൾ ഡോട്ട് ലോഗ് ചെക്ക് ബോക്സ് സെലക്റ്റഡ് ഈസ് ചെക്ക്ഡ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചെക്ക് ബോക്സ് സ്റ്റാർട്ട്സ് വിത്ത് ചെക്ക്ഡ് ആട്രിബ്യൂട്ട്. ചെക്ക്ഡ് ആട്രിബ്യൂട്ട് സ്റ്റാർട്ട്സ് വിത്ത് ചെക്ക്ഡ് ആട്രിബ്യൂട്ട് ആണ് ഇതിനകത്ത് ഉള്ളത്. ചെക്ക് ബോക്സ് ഇത് ചെക്ക് ബോക്സ് ആണ്. അപ്പൊ ഇതിനകത്ത് ചെക്ക്ഡ് ആട്രിബ്യൂട്ട് ആണ്. അത് സെലക്റ്റഡ് ആണ്. ചെക്ക്ഡ് എന്ന് വെച്ചാൽ സെലക്റ്റഡ് എന്നാണ് അർത്ഥം. ഡോട്ട് ചെക്ക്ഡ് റീഡ്സ് സ്റ്റാറ്റസ് ട്രൂ. അപ്പൊ എന്നാന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID എഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയിലുള്ള എലമെന്റ് ഉണ്ടോ എന്ന് നോക്കുന്നു. അതിനെ ഫൈൻഡ് ചെയ്തിട്ട് അതിന്റെ ആട്രിബ്യൂട്ട് ഡോട്ട് ചെക്ക്ഡ് ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് ട്രൂ ആണെങ്കിലും ഫാൾസ് ആണെങ്കിലും അത് എന്താണ് ഈ ചെക്ക്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇപ്പൊ ട്രൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇതിനകത്ത് ട്രൂ ആണ്, കാരണം ഇത് ചെക്ക്ഡ് ആണ്. അപ്പൊ നമ്മൾ റിട്ടേൺസ് റീഡ്സ് സ്റ്റാറ്റസ് ട്രൂ ആയത് കാരണം ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് കൺസോൾ പ്രിന്റ്സ് ചെക്ക് ബോക്സ് ചെക്ക്ഡ്. ഈ ചെക്ക്ഡിന്റെ വാല്യൂ എന്താണ്? ട്രൂ എന്നാണ്. അപ്പൊ ഇതാണ് ചെക്ക്ഡ് ബോക്സ് ഡോട്ട് ചെക്ക്ഡ്. ഇനി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽ ഇൻപുട്ട് ഡോട്ട് ഫയൽസ്. അപ്പൊ ഗീവ്സ് ലിസ്റ്റ് ഓഫ് ഫയൽസ് അപ്ലോഡഡ് ബൈ യൂസർ. നമ്മുടെ യൂസർ എത്ര ഫയൽസ് അപ്ലോഡ് ചെയ്തു അത് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഫയൽ ഇൻപുട്ട് ഡോട്ട് ഫയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് വെച്ചാൽ ഇൻപുട്ട് ടൈപ്പ് ഈസ്ക്വൽ ടു ഫയൽ, ID ഫയൽ ഇൻപുട്ട് എന്നാണ്, മൾട്ടിപ്പിൾ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ സ്ക്രിപ്റ്റ് ടാഗിന്റെ ഉള്ളിൽ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ഫയൽ ഇൻപുട്ട് ആഡ് ഇവന്റ് ലിസണർ ചേഞ്ച്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആരോ ഫംഗ്ഷനകത്ത് ലെറ്റ് ഫയൽസ് ഈസ്ക്വൽ ടു ഒരു ആഡ് ഇവന്റ് ലിസണർ ഉണ്ട്. എന്താണ് ഇവന്റ്? ചേഞ്ച് എന്ന് പറഞ്ഞ ഇവന്റ്. അതിനകത്ത് കോമ ഇട്ടിട്ട് പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു ആരോ ഫംഗ്ഷൻ ഉണ്ട്. ലെറ്റ് ഫയൽസ് ഈസ്ക്വൽ ടു ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ഫയൽ ഇൻപുട്ട് ഡോട്ട് ഫയൽസ് കൺസോൾ ഡോട്ട് ലോഗ് നമ്പർ ഓഫ് ഫയൽസ് ഡോട്ട് ലെങ്ത്. അപ്പൊ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണേന്ന് നോക്കാം. യൂസർ ഒരു 2 ഫയലിനെ സെലക്ട് ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുക? യൂസർ ഒരു 2 ഫയലിനെ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവന്റ് ചേഞ്ച്. അപ്പൊ സെലക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഫയൽ ആദ്യമേ തന്നെ എന്താണ് ഫയൽ ഇൻപുട്ടിലുള്ള ഐഡിനെ ഫൈൻഡ് ചെയ്യുന്നു. എന്നിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോന്ന് നോക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഇവന്റ് നടക്കും. അപ്പൊ യൂസർ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഫയലിനെ സെലക്ട് ചെയ്തു. 2 ഫയലിനെ ചെയ്യുമ്പോഴത്തേക്കും ഇവന്റ് നടന്നു. ഇവന്റ് നടക്കുമ്പോഴത്തേക്കും ചേഞ്ച് എന്ന് പറഞ്ഞ ഇവന്റ് ചേഞ്ച് റൺ ചെയ്യുന്നു. ഇവന്റ് നടക്കുമ്പോഴത്തേക്കും എന്താണ് ഇവന്റ് ചേഞ്ച് റൺ ചെയ്യുന്നു. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് ഫയൽ ഇൻപുട്ട് ഡോട്ട് ഫയൽസ്. അപ്പൊ എന്തൊക്കെയാണോ ഫയൽസ് ഡോട്ട് ഫയൽസ്. അപ്പൊ ഡോട്ട് ഫയൽസ് ഈ ഫയൽ ഇൻപുട്ടിനകത്തുള്ള ഫയൽസിനെ നമ്മൾ ഫയൽസ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കൺസോൾ ഡോട്ട് ലോഗ് നമ്പർ ഓഫ് ഫയൽസ് ഡോട്ട് ലെങ്ത്. അപ്പൊ ഫയൽസ് ഡോട്ട് ലെങ്ത് നമ്പർ ഓഫ് ഫയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്ന് കിട്ടുന്നു. മനസ്സിലായോ? ഫയൽസ് ഡോട്ട് ലെങ്ത് 2 എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നു. അതാണ് ഫയൽ ഇൻപുട്ട് ഡോട്ട് ഫയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? ഇനി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഇത് ചെയ്യുന്നു. പിന്നെ എന്നാന്ന് വെച്ചാൽ നീ വേറെ രീതിയിൽ ഇത് എത്ര നമ്പർ ഓഫ് ഫയൽസിന്റെ ലിസ്റ്റ് കിട്ടാനായിട്ടാണ് ഇൻപുട്ട് ഡോട്ട് ഫയൽ ഇൻപുട്ട് ഡോട്ട് ഫയൽസ് യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ ഇൻപുട്ട് കിട്ടുമ്പോൾ നീ എന്നാന്ന് വെച്ചാൽ കമന്റ് ലൈൻ ഇൻപുട്ട്. ഇത് Node.js മാത്രമേ ഉള്ളൂ ഈ കമന്റ് ലൈൻ ഇൻപുട്ട് എന്ന് പറഞ്ഞ പ്രോസസ് ഡോട്ട് argv എന്ന് പറഞ്ഞ. അത് റീഡ്സ് കമന്റ് ലൈൻ ഇൻപുട്സ്. ഇപ്പൊ എന്തെങ്കിലും കമന്റ് ആയിട്ട് വരുന്ന ഇൻപുട്സിനെയൊക്കെ റീഡ് ചെയ്യാനായിട്ടാണ് കമന്റ് ലൈൻ ഇൻപുട്ട് യൂസ് ചെയ്യുന്നത്. പ്രോസസ് ഡോട്ട് argv Node.js ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ app.js എന്ന് പറഞ്ഞ ഫയലിനകത്ത് കൺസോൾ ഡോട്ട് ലോഗ് പ്രോസസ് ഡോട്ട് argv
എന്ന് വന്നിട്ട് നോഡ് ആപ്പ് ഡോട്ട് ജെ എസ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റൺ ചെയ്യുമ്പോൾ ഈ നമുക്ക് എന്താ കിട്ടുന്നത്, സി പ്രോഗ്രാം ഫയൽസ് നോട്ട് ജെ എസ് ഇങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. നമുക്ക് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന ഇങ്ങനെയായിരിക്കും. അപ്പൊ അതിന്റെ വർക്കിംഗ് എന്നാന്ന് വെച്ചാൽ നോഡ് പ്രോഗ്രാമിനെ സ്റ്റാർട്ട് ചെയ്യുന്നു. നോഡ് എന്ന് പറഞ്ഞാൽ നോഡ് ആപ്പ് ഡോട്ട് ജെ എസ് എന്ന് പറഞ്ഞ ഫയലിനകത്ത് നമ്മൾ ഹലോ വേൾഡ് കൊടുക്കുന്നു. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറേനകത്തേട്ട് പാസസ് ആർഗ്യുമെന്റ്സ് ഇൻ അറേ. നോഡ് പ്രോഗ്രാമിനെ സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രോഗ്രാമിനെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും പാസസ് ആർഗ്യുമെന്റ്സ് ഇൻ അറേ. അപ്പോ ഇതിനകത്ത് ഓരോ ഇതും പ്രോസസ് ഡോട്ട് ആർഗ്ബി എന്ന് പറയുന്നത് കണ്ടെയ്ൻസ്. അപ്പൊ ആർഗ്യുമെന്റ്സിനകത്ത് ഓരോ ഇതും എന്നാന്ന് വെച്ചാൽ ആർഗ്യുമെന്റ്സ് ആയിട്ട് എടുക്കുന്നു. അത് അറേനകത്തേട്ട് ആക്കിയിട്ട് ആർഗ്യുമെന്റ്സ് ആയിട്ട് ആയിരിക്കും. പ്രോസസ് ഡോട്ട് ആർബി കണ്ടെയ്ൻസ് നോഡ് ആപ്പ് ഡോട്ട് ജെ എസ് ഹലോ വേൾഡ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് അറേനകത്തേട്ട് അറേ ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് കൺസോൾ പ്രിന്റ്സ് ഫുൾ അറേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് കൺസോൾ എന്ന് പറയുന്നത് ഫുൾ അറേനെ പ്രിന്റ് ചെയ്യുന്നു. ഇപ്പൊ സി ഇതിനകത്ത് നോഡ് ഡോട്ട് ഇ എസ് സി നോഡിനകത്തുള്ള ഇത് ആപ്പ് ഡോട്ട് ജെ എസിന്റെ ഫയല്, പിന്നെ ഹലോ വേൾഡ് എല്ലാം എന്താണ് കൺസോൾ ഫുൾ അറേനെ പ്രിന്റ് ചെയ്യുന്നു. പ്രോസസ് ഡോട്ട് ആർഗ്വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറേ ആക്കി മാറ്റുന്നു. ഈ എല്ലാ ആർഗ്യുമെന്റ്സിനെ അറേ ആക്കി മാറ്റുന്നു. അതിനെ അറേ ആക്കിയിട്ട് അതിന്റെ ഇത് കൺസോളിനെ ഫുൾ അറേ ആയിട്ട് പ്രിന്റ് ചെയ്യുന്നു. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇങ്ങനെയും ഇൻപുട്ട് എടുക്കും. ഇത് നോട്ട് ജെ എസിനകത്താണ് ഇത് യൂസ് ചെയ്യണത്. ഇനി ഇതാണ് ഇൻപുട്ടിനെ കുറിച്ച്. ഇൻപുട്ടിന്റെ 5 ടൈപ്സ് എന്ന് പറയുന്നത്.